മോനെ കൊലഗാണ്ടിലെടുക്ക്. ഇതൊക്കെ എന്ത് രസമുണ്ടാവും. ആയിട്ടാ മതി. ഞാൻ അവിടുന്ന് ഇങ്ങനെ വരാം. നിങ്ങളിവിടെ അങ്ങോട്ട് നോക്കിക്കാം. നാളായിട്ട് കുടുംബം കാണണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അപ്പൊ നമ്മള് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഗുണ കേവ്. സുഭാഷേ സുഭാഷേ ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പിലെ ഫസ്റ്റ് പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് കൊടൈ ലേക്ക്, കൊടൈക്കനാൽ ലേക്ക്. ഇപ്പോൾ നമ്മൾ താമസിച്ചതിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. വിത്ത് ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് കണ്ടുവരാം. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ മനോഹരമായ ഒരു പശ്ചിമഘട്ട മേഖലയാണ് കൊടൈക്കനാൽ. പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നുകൂടി ഇതിനൊരു പേരുണ്ട്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടൈക്കനാൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥ, മൂടൽമഞ്ഞ്, പച്ചപ്പാർന്ന മലനിരകൾ, തടാകങ്ങൾ, കാടുകൾ, പാറക്കെട്ടുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. നഗരത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയം പ്രകൃതിയോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കൊടൈക്കനാൽ. സ്റ്റാർ ലേക്ക് കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്ന്. കൊടൈ ലേക്ക് എന്നുകൂടി ഇതിനൊരു പേരുണ്ട്. ഈ നഗരത്തിൻ്റെ ഒത്ത നടുവിലാണ് ഏറ്റവും ഉയരത്തിലായിട്ട് ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. മസ്റ്റ് വാച്ചായിട്ട് നമ്മൾ കാണേണ്ട കൊടൈക്കനാലിലൊരു സ്ഥലമാണ് സ്റ്റാർ ലേക്ക്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലകളുടെ നടുവിൽ ഒരു നക്ഷത്രം പോലെ വിരിഞ്ഞു കിടക്കുന്ന കൊടൈ ലേക്ക് കൊടൈക്കനാൽ യാത്രയുടെ ഏറ്റവും മനോഹരമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഹായ്, അപ്പോൾ നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണുള്ളത്. അതായത് ഗുണ കേവ്. നമ്മളൊക്കെ മഞ്ഞുമൽ ബോയ്സിൽ കണ്ട് അത്ഭുതപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയിട്ട് നമുക്ക് ഇവിടെ 3-4 സ്പോട്ടുകളുണ്ട്. ഒന്ന് കേവാണ്, 2 പിന്നെ പില്ലർ റോക്സ് എന്ന് പറഞ്ഞ സംഗതിക്കുന്ന സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അത് കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം. മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന 3 കൂറ്റൻ പാറകൾ, പില്ലർ റോക്സ്, കൊടൈക്കനാലിൻ്റെ പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും ഒരുമിച്ച് കാണിച്ചു തരുന്ന കാഴ്ചയാണ് പില്ലർ റോക്സ്. മൂടൽമഞ്ഞുള്ള ദിവസങ്ങളിൽ പാറകൾ മഞ്ഞിനുള്ളിൽ മറയുന്നതും തെളിയുന്നതും കാണാൻ തന്നെ വളരെ മനോഹരമാണ്. കാലാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള മലനിരകളും താഴ്വരകളും വിശാലമായ ഒരു അനുഭൂതി നമുക്ക് തരും. അടിപൊളി. നടക്കുക. കൊടുത്തു. താങ്ക് യു അണ്ണാ, സിദ്ദീഖ് അണ്ണാ. കൊടൈക്കനാലിൽ നമ്മളിപ്പോൾ ഗുണ കേവിൻ്റെ അടുത്താണുള്ളത്. എന്തോ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക്. ഏകദേശം നമ്മളതിൻ്റെ ഒരു കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ നമ്മളിപ്പോഴും ഉള്ളത്. ഒരു 3/4 മണിക്കൂറോളായി റോട്ടിൽ കിടക്കുകയാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേയും കൂടിയാണ്. പിന്നെ അതുപോലെ എല്ലാ ആളുകളും, മഴയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്, അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റവും അട്രാക്റ്റീവ് സ്പോട്ടായി കഴിഞ്ഞാൽ കൊടൈക്കനാലിലെ ഒരു സ്പോട്ടിലാണ്. അതായത് ഗുണ കേവ്. മാഷാ അല്ലാഹ്, നാളായിട്ട് കുടുംബം കാണണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഗുണ കേവ്. സുഭാഷേ ഗുണ കേവ്. ഇതാണ് ഇതിൻ്റെ കവാടം. ഇത് ഉണ്ടാക്കിയതാണ്, മാനുഫാക്ചേർഡ് ആണ്, അല്ലാതെ ഇതൊരു നോർമലല്ല, നാച്ചുറലല്ല. ഇത് കയറി കഴിഞ്ഞാൽ നല്ല കല്ലൊക്കെ പതിച്ചിട്ടുള്ള സൂപ്പർ സ്ഥലം, അടിപൊളിയാണ്. സൈഡിൽ നമ്മുടെ പൂർവികരുണ്ട്. മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഗുണ കേവ് കൊടൈക്കനാലിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മിസ്റ്ററി വൈബ് തരുന്ന സ്ഥലമാണ്. മുമ്പ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇന്ന് ഗുണ കേവ് എന്നറിയപ്പെടുന്നത്. ആഴമുള്ള ഗുഹകളും അവയെ ചുറ്റിപ്പറ്റിയുള്ള പാറക്കെട്ടുകളും നിബിഡമായ മരങ്ങളും ചേർന്ന് ഈ ഒരു പ്രദേശത്തിന് ഒരു മിസ്റ്ററി ഫീൽ നൽകുന്നുണ്ട്. ഗുഹകളുടെ ഉള്ളിലേക്ക് സാധാരണ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കാറില്ല. അതിനാൽ സുരക്ഷിതമായ വ്യൂ പോയിൻ്റ് ഭാഗത്തു നിന്നാണ് ഇവ കാണാൻ കഴിയുക. ഈ സ്ഥലത്ത് കൂടുതൽ പ്രശസ്തി ലഭിച്ചത് ഗുണ എന്ന സിനിമയിലൂടെ ആണ് എന്നുള്ളത് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗുണ കേവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ് ഗുണ കേവിലേക്ക്. അവിടെ പ്രശസ്തമായ കുറച്ച് സ്ഥലങ്ങൾ ഇവർ നെറ്റിട്ട് മൂടിയിട്ടുണ്ട്. അതൊക്കെ ഈ ഗുഹയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ സേഫായിട്ട് വേണം ഇവിടെ സഞ്ചരിക്കാൻ. സൂക്ഷിച്ചു നോക്കിയാൽ പലപ്പോഴും നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും. കൂടുതൽ ആളുകളും വന്നു ചേരുന്നത് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ
ഗുണ കേവിൻ്റെ ഈ ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. കൊടൈക്കനാൽ യാത്രയിൽ വളരെ ഭീതിപ്പെടുത്തുന്ന, ഭയം തോന്നിപ്പിക്കുന്ന പല പ്ലേസസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കുട്ടികളെയൊക്കെ ഗ്രിൽസിനിടയിലൂടെ കയ്യും കാലും പുറത്തേക്കിടുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ സേഫായിട്ടുള്ളൊരു യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഗുണ കേവിൽ നമ്മൾ മഞ്ഞബിൾ ബോയ്സിൽ കണ്ട ആ ചില സ്ഥലങ്ങളുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഞ്ഞ ഗ്രില്ലിനപ്പുറമാണ് യഥാർത്ഥ കേവ് കിടക്കുന്നത്. നമുക്കങ്ങോട്ട് പ്രവേശനമില്ല. പണ്ട് മതിലൊക്കെ ചാടി ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയും ഒരു ഗേറ്റ് വെച്ച് അവരടച്ചിട്ടുണ്ട്, ഗ്രില്ല് വെച്ച്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തന്നെ കഴിയില്ല. അതിനേറ്റവും താഴെ നമുക്ക് കാണാം മനോഹരമായ പാറക്കെട്ടുകളും ചെറിയ ഗ്രാമങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണ കേവിൻ്റെ പല ഭാഗങ്ങളും പല എൻഡുകളും ഇതേ കൊടൈക്കനാൽ മലനിരകളുടെ പല സ്ഥലങ്ങളിലും ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനോഹരമായ ചിത്രങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ പകർത്താൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഗുണ കേവ്. കൊടൈക്കനാൽ ട്രിപ്പിലെ 4ാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. പെയിൻ ഫോറസ്റ്റ്, അതായത് ഈ ഒരു മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ മരങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഒരു മൈതാനം തന്നെ പറയാം. ഒരുപാട് ആളുകൾ ഇതാ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്, മനോഹരമായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോണത് അവിടുത്തെ കാഴ്ചകൾ കാണാം. പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കൊടൈക്കനാലിൽ മസ്റ്റായിട്ട് കാണേണ്ട മറ്റൊരു പ്രകൃതി ഭംഗി പൈൻ മരങ്ങളുടെ ഒരു ഫോറസ്റ്റ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മൾക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്, ഒരു ഏകാന്തത ഫീലാണ്. മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സിനിമകളുടെയും റീൽസുകളുടെയും വെബ് സീരീസിൻ്റെയൊക്കെ ഷൂട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കൊടൈക്കനാലിലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ്. മൊയിർ വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. മുന്നിൽ നോക്കിയാൽ പച്ചപ്പിൽ പൊതിഞ്ഞ മലനിരകൾ, താഴെ ആഴത്തിലുള്ള താഴ്വരകൾ, ഇടയ്ക്കിടെ മലകളെ തഴുകിത്തലോടുന്ന മേഘങ്ങൾ. പ്രകൃതി ഇത്ര മനോഹരമായ ഒരു കാഴ്ച ഒരുക്കിയിരിക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. കൊടൈക്കനാലിൻ്റെ ബ്യൂട്ടി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ മൊയിർ വ്യൂ പോയിന്റ് തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഇനിയുള്ള യാത്ര ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. കേട്ടറിഞ്ഞ് ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് പോയി ആ രുചി അറിയണമെന്ന് കരുതിയ ഒരു സ്പോട്ടിലേക്ക്, മൊഡീസ് കഫേ. കൊടൈക്കനാൽ യാത്രയിൽ നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു കോഫി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. കൊടൈക്കനാലിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ്, ഒരു ഫാക്ടറി എന്ന് വേണം പറയാൻ. ഊട്ടിയിലാണ് ഇതിൻ്റെ മെയിൻ ശാഖ കിടക്കുന്നത്. കൊടൈക്കനാലൊക്കെ ചുറ്റിക്കറങ്ങി തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മൊഡീസ് കഫേയിൽ പോകാം. വളരെ പൈതൃകമായ രീതിയിൽ കോഫി ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ നമുക്ക് ചോക്ലേറ്റ്സും അതുപോലെ കേക്ക്സും ഒക്കെ നൽകുന്ന കൊടൈക്കനാലിൻ്റെ നമ്മുടെ ലേക്കിനടുത്ത് വരുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ മൊഡീസ് കഫേ. പ്യുവറായിട്ടുള്ള കോഫിയുടെയും ചോക്ലേറ്റിൻ്റെയൊക്കെ രുചി നിങ്ങളുടെ നാവിൽ ഇങ്ങനെ തങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾ കൊടൈക്കനാലിൽ പോവുകയാണെങ്കിൽ മൊഡീസ് കഫേ മസ്റ്റായിട്ട് വാച്ച് ചെയ്തോ, എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടേക്കോ. അപാര രുചിയാണ്, ടേസ്റ്റാണ്. ഞാനും വാങ്ങി വീട്ടിലേക്ക് ഉമ്മാക്കും അനിയന്മാർക്കൊക്കെ കുറച്ച് ചോക്ലേറ്റ്. നല്ല റേറ്റാണ് കേട്ടോ.